നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 7 വർഷത്തിന് ശേഷം പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് ബോംബാണ് കേസിലെ ഒന്നാം പ്രതിയായ സുനി പൊട്ടിക്കാൻ പോകുന്നത് എന്ന് കാത്തിരിക്കുകയാണ് കേരളം. അതുകൊണ്ട് തന്നെ ഓരോ ദിനവും നിർണായകമായി തന്നെ മുമ്പോട്ട് പോവാണ്. മുൻപ് ജയിലിലായിരുന്നപ്പോൾ നടിയെ പീഡിപ്പിച്ചത് നടൻ ദിലീപിന് വേണ്ടിയായിരുന്നു എന്ന് പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. പൾസർ സുനിയുടെ അമ്മയായിരുന്നു ഇക്കാര്യം അന്ന് വെളിപ്പെടുത്തിയത്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ മാസങ്ങൾ നീണ്ട ഗൂഢാലോചന ഉണ്ടെന്നാണ് വെളിപ്പെടുത്തലോടെ അന്ന് ഉറപ്പിച്ചത്. 2015 മുതൽ ഗൂഢാലോചന നടന്നു. ഗൂഢാലോചനയിൽ ദിലീപിന് ഒപ്പം പലരും പങ്കാളികളായി. കൃത്യം നടത്താൻ കോടിക്കണക്കിന് രൂപ ദിലീപ് സുനിലിന് വാഗ്ദാനം ചെയ്തെന്നുമായിരുന്നു സുനിയുടെ അമ്മയുടെ വെളിപ്പെടുത്തൽ. അഴിക്കുള്ളിൽ ആയിരുന്നപ്പോൾ ജീവന് ഭീഷണിയുണ്ടെന്ന് സുനി പറഞ്ഞിരുന്നു. ഒളിവിൽ കഴിയുമ്പോൾ കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. ജയിലിൽ അപായപ്പെടുത്തുമെന്ന് ഭയമുണ്ടായിരുന്നു. കുടുംബത്തെയും അപായപ്പെടുത്തുമെന്ന് ഭയക്കുന്നതായും സുനിയുടെ അമ്മ അന്ന് പറഞ്ഞിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ മറ്റൊരു പ്രതിയായ വിജേഷ് അന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിലും ദുരൂഹത ഉണ്ടെന്നായിരുന്നു സുനിയുടെ അമ്മയുടെ നിലപാട്. വിജേഷ് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം പൾസർ സുനി നടൻ ദിലീപിന് എഴുതിയ കത്ത് അന്ന് പുറത്തു വന്നിരുന്നു. ദിലീപിനെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കത്തിൽ നടിയെ ആക്രമിച്ചതിന് പിന്നിൽ ദിലീപാണെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 2018 മെയ് മാസത്തിൽ എഴുതിയ കത്താണിത്. പൾസർ സുനി ഈ കത്ത് തന്റെ അമ്മയ്ക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതായിരുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കത്ത് പുറത്തുവിടണമെന്ന് അമ്മയോട് പൾസർ സുനി പറഞ്ഞിരുന്നു. കേസിൽ തന്നെ കുടുക്കിയാൽ തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പുറത്തറിയിക്കുമെന്നും കത്തിൽ പറയുന്നുണ്ടായിരുന്നു. പ്രതികളെയും സാക്ഷികളെയും എല്ലാം വിലക്കെടുത്താൽ സത്യം അറിയാവുന്നവർ എല്ലാം എന്നും മൂടിവെക്കുമെന്ന് കരുതുന്നത് മണ്ടത്തരമാണെന്നും കത്തിൽ പറഞ്ഞു. എനിക്ക് ശിക്ഷ കിട്ടിയാലും പരിഭവമോ വിഷമമോ ഇല്ല. കാരണം താൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് വേണ്ടിയല്ല എന്നെങ്കിലും ഓർക്കണം. 3 വർഷം മുമ്പ് പറഞ്ഞ കാര്യം പുറത്തു പറഞ്ഞാൽ ജനം ആരാധിക്കുകയല്ല, തല്ലിക്കൊല്ലും. സ്വന്തം കുഴി ചേട്ടൻ തന്നെ തോണ്ടിയതല്ലേ. യജമാനന് നായയെ പോറ്റുന്നത് വിശ്വസ്തനായ കാവൽക്കാരനായതിനാലാണ്. യജമാനനോടുള്ള സ്നേഹത്താൽ മുരളുകയും കുരയ്ക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അതിനെക്കൊണ്ട് ഇനി ആവശ്യമില്ലെന്ന് കണ്ടാൽ, ഒന്നിനും പറ്റില്ലെന്ന് കണ്ടാൽ കൊല്ലുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യും. ഇതറിയാവുന്ന ഞാൻ എല്ലാം കോടതിയിൽ തുറന്നു പറഞ്ഞ് ചെയ്ത തെറ്റിന് മാപ്പിരന്ന് കിട്ടാവുന്ന ശിക്ഷ വാങ്ങി അനുഭവിച്ച് തീർക്കാമെന്നായിരുന്നു കത്തിൽ പറഞ്ഞത്. ഇപ്പോൾ സുനി പുറത്താണ്. ഇനി എന്തൊക്കെയാകാം സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് അറിയേണ്ടത്. എന്തായാലും കർശന വ്യവസ്ഥകളോടെയാണ് വിചാരണ കോടതിയായ എറണാകുളം സെഷൻസ് കോടതി സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്നതടക്കമുള്ള വ്യവസ്ഥകളാണ് പൾസർ സുനിക്ക് മുന്നിൽ കോടതി വെച്ചിരിക്കുന്നത്. പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടരുത്. ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ. നമ്പർ കോടതിയെ അറിയിക്കണം. 2 ആൾ ജാമ്യം വേണം. 1 ലക്ഷം രൂപയുടെ ബോണ്ട് നൽകണം. എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ടു പോകരുത് എന്നിങ്ങനെ പോകുന്നു ജാമ്യ വ്യവസ്ഥകൾ. സുനിയുടെ സുരക്ഷ പോലീസ് ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സുനി തന്റെ അമ്മയ്ക്കരികിലാണ് ഇപ്പോൾ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.